നേതാവ് വി ഡി സതീശൻ അഗ്രഗണ്യനാണ്. ആ കാര്യം സമ്മതിച്ചെന്നേ പറ്റത്തുള്ളൂ. നുണയിലാണെന്ന് മാത്രം. ഒരു നേതാവിന് എങ്ങനെയാണ് നുണ മാത്രം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ചാനലിന് അഭിമുഖം നൽകി. 1 മണിക്കൂർ നേരമാണ് ഒരു ഉളുപ്പില്ലാതിരുന്ന് നുണ പറയുന്നത്. എന്നിട്ട് പറയുന്ന നുണ പൊളിച്ച് അതിലെ വസ്തുത ചൂണ്ടിക്കാണിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകൾക്ക് പൂട്ടും. അടിപൊളി. ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഘടകകക്ഷികളിൽ നിന്ന് പോലും എതിർപ്പുണ്ടായില്ല എന്ന്. ഏത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 140 സീറ്റുകൾ UDF ഘടകകക്ഷികൾക്ക് ഞങ്ങൾ ആ ചർച്ച നടത്തി എല്ലാവർക്കും വാങ്ങി കൊടുത്തു. ഒരു അപസ്വരം പോലും UDF ഒരു ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഞാനെപ്പോഴും ടീം UDF എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ അതിന് അടിവരയിടുന്ന തരത്തിലാണ് ഒരുമിച്ച് നിന്നതെല്ലാവരും. അപ്പോ ഈ കൂട്ടയടി ബിരിയാണിക്ക് വേണ്ടിയായിരിക്കും അല്ലേ? RSPയിൽ ഇരവിപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുണ്ടായ കൂട്ടയടി മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ നുണ പറയല്ലേ എന്റെ പ്രതിപക്ഷ നേതാവേ. എന്നിട്ടും RSPയിൽ മാത്രം ഒതുങ്ങിയ ഈ വഴക്ക്. കെ സുധാകരൻ, എൽദോസ് കുന്നപ്പിള്ളി, മുഹമ്മദ് ഷിയാസ്, ദീപ്തി മേരി വർഗീസ് തർക്കം, അടൂർ പ്രകാശ്, പട്ടികയിൽ ഇനിയും ആളുകളുണ്ട്. ലീഗിലാകട്ടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അടിയാണ്. ജോസഫ് ഗ്രൂപ്പും ഒട്ടും മോശാക്കിയിട്ടില്ല. എല്ലാം പറഞ്ഞ ചിലപ്പോൾ സതീശന് ഫീലായാലോ. പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത നുണ. വ്യവസായ മേഖല തകർന്നു, തൊഴിലില്ലായ്മ മൂലം എല്ലാവരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറി പോവുകയാണെന്ന്. എന്റെ നേതാവേ, കേരളം വ്യവസായ സൗഹൃദമായത് അങ്ങ് അറിഞ്ഞില്ലേ? കേരളത്തിൽ സംരംഭകരുടെ എണ്ണം വർദ്ധിച്ചു, ചെറുകിട സംരംഭങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ സാധ്യത വർദ്ധിച്ചു, കോടികളുടെ നിക്ഷേപമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയത്. ഇതൊന്നും പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ അറിയുന്നില്ല എന്നത് ലോക തോൽവിയുടെ ലക്ഷണങ്ങളാണ്, മറക്കണ്ട. KSRTC, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, KSEB ഇതെല്ലാം തകർച്ചയിലാണ് എന്നാണ് സതീശന്റെ അടുത്ത വാദം. ഈ കാലം ഇത്രയും കാണാത്ത കുതിപ്പും വരുമാനവുമാണ് KSRTCക്ക് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. KSRTC ജീവനക്കാർക്ക് ശമ്പളം, പെൻഷൻ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. സിവിൽ സപ്ലൈസിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് 2016 മുമ്പ്. ഇപ്പോ ഒന്ന് പോയി നോക്ക്. അപ്പോൾ ഈ നുണയും പൊളിഞ്ഞു വീഴും. നുണ പറയുമ്പോൾ കുറച്ച് മാന്യത പാലിക്കണം കേട്ടോ. അതിഥി തൊഴിലാളികൾ ഇവിടെ പണിയെടുത്ത് കാശുണ്ടാക്കി കേരളത്തിന് പുറത്തേക്ക് അയക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന പ്രതിപക്ഷ നേതാവിന് ശുദ്ധ വിവരക്കേട് എന്ന് പറയാനാവൂ. ലോകത്തിന്റെ പലയിടങ്ങളിലായി ദശലക്ഷക്കണക്കിന് മലയാളികൾ പണിയെടുക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ടും പണം അയക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയെ നയിക്കുന്ന നേതാവിന് മറ്റ് സംസ്ഥാനക്കാർ കേരളത്തിലേക്ക് വരണ്ട എന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു? 38,000 കോടിയാണ് കിഫ്ബിക്ക് ഇതുവരെ ചെലവാക്കിയത്. അതിൽ 30,000 കോടി സർക്കാർ ബജറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നാണ് സതീശന്റെ അടുത്ത ചോദ്യം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ. 1,00,000-ൽ പരം കോടിയുടെ 1119 പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഇതെല്ലാം ഓഫ് ബജറ്റാണ്. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? ലൈഫ് മിഷനിൽ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീട് പണിതു എന്നാണ് അടുത്ത വാദം. എന്റെ പൊന്ന് സതീശ, ഇങ്ങനെ പച്ചക്കള്ളം പറയല്ലേ, റിക്വസ്റ്റ് ചെയ്യും. UDF 5 വർഷം, അതായത് 2011-16 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചത് വെറും 4,189 വീടുകളാണ്. നിയമസഭയിൽ ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയാണിത്. രേഖകൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ നുണ പറയാൻ സാധിക്കുന്നതാണ് അതിശയം. അങ്ങനെ നുണേശന്റെ പാത പിന്തുടരുന്ന മനോരമയുടെ ഒടുവിലത്തെ നുണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു എന്നതാണ്. മരിച്ച 5 പേരും വാഹനാപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ ഉണ്ടായിരുന്നവരാണ്. ഇവർ മരിച്ചത് പല ദിവസങ്ങളിലും. 5 പേരുടെയും പോസ്റ്റ്മോർട്ടത്തിൽ ഫയർ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഇനിയെങ്കിലും നുണ അവസാനിപ്പിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ പറയാനും എഴുതാനും പ്രചരിക്കാനും പഠിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ നുണേശൻ നുണകൾ എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും.